ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ രക്ഷാപ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്ത് അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനാചരണം മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് ഉദ്ഘാടനം ചെയ്തു. ആഗോളതലത്തിൽ ദുരന്ത സാധ്യത ലഘൂകരണ സംസ്കാരം വളർത്തിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭയുടെ സംയുക്ത തീരുമാനപ്രകാരം ആരംഭിച്ചതാണ് അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനാചരണം. ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളിൽ ലോകം കൈവരിച്ച നേട്ടങ്ങളെ ഓർത്തെടുക്കാനുള്ള അവസരമാണ് ഈ ദിനം. സുസ്ഥിരമായ ഭാവിക്കായി യുവതലമുറയെ ശാക്തീകരിക്കുക എന്ന ആശയമാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനം മുന്നോട്ട് വെക്കുന്നത്. ഈ ആശയത്തെ മുൻനിർത്തി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഫയർഫോഴ്സ് വകുപ്പും സംയുക്തമായി ജില്ലയിലെ ആപ്താമിത്ര അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 10 പേർക്ക് ബാഡ്ജ് ഓഫ് ഹോണർ നൽകി ജില്ലാ കളക്ടർ ചടങ്ങിൽ ആദരിച്ചു. രാജ്യം പലതരത്തിലുള്ള ദുരന്തങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ മാനം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആപദാമിത്ര എന്ന പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കിയത്. എല്ലാ ജില്ലകളിൽ നിന്നും സന്നദ്ധ പ്രവർത്തകരെ കണ്ടെത്തി വിദഗ്ധ പരിശീലനം നൽകി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഫലവത്തായി നടപ്പിലാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. മലപ്പുറം ജില്ലയിലെ 500ഓളം വരുന്ന ആപദാമിത്ര അംഗങ്ങളിൽ 101 പേർ ട്രൈബൽ വളണ്ടിയേഴ്സ് ആണ്. ഏതൊരു ദുരന്തത്തിലും രക്ഷാസേനകൾ സംഭവസ്ഥലത്ത് എത്തുന്നതിനു മുമ്പ് സമീപത്തുള്ള ആളുകളോ പ്രദേശവാസികളോ അവർക്കറിയാവുന്ന രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. പലപ്പോഴും രക്ഷാപ്രവർത്തനങ്ങളിൽ വിദഗ്ധ പരിശീലനമില്ലാത്തതിനാൽ ചില അവസരങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് കൂടുതൽ അത്യാഹിതങ്ങൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. ഇത്തരം കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആപദാമിത്ര എന്ന സന്നദ്ധ സേനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. രക്ഷാപ്രവർത്തനങ്ങളിൽ ശാസ്ത്രീയ പരിശീലനം ലഭിച്ചവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സേനകളെ സഹായിക്കാനും സാധിക്കും. ചടങ്ങിൽ ADM മുഹമ്മദ് റഫീഖ് സി, ഡെപ്യൂട്ടി കളക്ടർ LR അൻവർ സാദത്ത്, മലപ്പുറം ഫയർ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ സലീം, പെരിന്തൽമണ്ണ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ്, ആപദാമിത്ര കോർഡിനേറ്റർ മുഹമ്മദ് അലി, ഹസാഡ് അനലിസ്റ്റ് ആദിത്യ TS തുടങ്ങിയവർ സംസാരിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം.